മലയാള സാഹിത്യത്തിൽ തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച പി സുരേന്ദ്രൻ മാഷിൻ്റെ കഥാസമാഹാരമാണ് പറവകൾ നക്ഷത്രങ്ങൾ. 30ഓളം ലഘു കഥകളടങ്ങിയ ഈ പുസ്തകം വായനക്കാരെ കേവലം കഥകളിലേക്കല്ല, മറിച്ച് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ തേടിയുള്ള ഒരു വലിയ ആത്മീയ യാത്രയിലേക്കാണ് നയിക്കുന്നത്. ബോധിയിലേക്ക് വീണ്ടും സഞ്ചരിക്കുന്ന കഥകൾ. എത്ര തവണ വേണമെങ്കിലും പോകാം, ഓരോ തവണയും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, ഒരു പുതിയ നിങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന പ്രശസ്ത എഴുത്തുകാരൻ ആനന്ദിന്റെ വരികൾ ഈ പുസ്തകത്തിന്റെ കാതൽ എന്താണെന്ന് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഒരു ടാഗ് ലൈനായിട്ടാണ് ആനന്ദിന്റെ ഈ വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുസ്തകത്തിലെ ആദ്യ കഥയായ ബോധിയിലേക്കുള്ള യാത്രകൾ തന്നെ ഈ സമാഹാരത്തിലെ ദിശാബോധം വായനക്കാരന് നൽകുന്നു. ഭൗതികമായ അതിരുകൾക്കും കെട്ടുപാടുകൾക്കും അപ്പുറം അലഞ്ഞു നടക്കുവാൻ കൊതിക്കുന്ന ഒരു അലസമനസ്സിന്റെ സഞ്ചാരപഥങ്ങളാണ് ആ കഥയിൽ തെളിയുന്നത്. ജീവിതത്തിന്റെ ശൂന്യതയെയും വേദനകളെയും ഭയക്കാതെ അവയെ ആഴത്തിൽ നോക്കിക്കാണാനും ഉള്ളിലെ അശാന്തതയെ ശാന്തിയിലേക്ക് നയിക്കാനും ശ്രമിക്കുന്ന ഒരു പഥികനെ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും. അത് എഴുത്തുകാരനാവാം, വായനക്കാരനാവാം, ആരായാലും അത്തരത്തിലുള്ള ഒരു പഥികനെ നമുക്കതിനകത്ത് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ സമാഹാരത്തിലെ കഥകൾ ബുദ്ധദർശനങ്ങളുടെ നേർത്ത വെളിച്ചം പേറുന്നവയാണ്. വിഷാദബുദ്ധൻ, കുരിശും നക്ഷത്രവും, പ്രപഞ്ച പുസ്തകം, ഇന്ത്യനൂരിലെ യാചകൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പ്രമേയങ്ങളിലൂടെ സുരേന്ദ്ര മാഷി ജീവിതത്തിന്റെ അർത്ഥത്തെയും അർത്ഥമില്ലായ്മയെയും ഒരേപോലെ പരിശോധിക്കുന്നു. എഴുത്തുകാരൻ താൻ എഴുതിയ ആമുഖത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ജിപ്സിയെ പോലെ അലയാൻ ആഗ്രഹിക്കുകയും എന്നാൽ ജീവിതത്തിന്റെ ഭൗതികമായ ഉത്തരവാദിത്തങ്ങളിൽ തളക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ആത്മസംഘർഷങ്ങൾ ഈ വരികളിൽ ഉടനീളം നിഴലിക്കുന്നുണ്ട്. താൻ അനുഭവിക്കുന്ന ശൂന്യതയെ കഥകളിലൂടെ നിഴലിച്ചു കാണാൻ ശ്രമിക്കുന്ന എഴുത്തുകാരൻ ബുദ്ധനെ തൻ്റെ അന്വേഷണങ്ങളുടെ വെളിച്ചമായിട്ട് കാണുന്നു. ഈ കൃതിയുടെ മനോഹാരിത എന്നത് അതിൻ്റെ ഭാഷയുടെ ലാളിത്യമാണ്. എന്നാൽ ആ ലാളിത്യത്തിനുള്ളിൽ വളരെ ഗഹനമായ ദാർശനിക സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയും. തൻ്റെ എഴുത്ത് ജീവിതത്തിൽ കൂടെ നിന്ന സുഹൃത്തുക്കളെയും പ്രവർത്തകരെയും സ്നേഹത്തോടെ പ്രിയത്തോടെ പലയിടങ്ങളിലും സ്മരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. റഫീഖ് അഹമ്മദിന്റെ അവതാരികയോടെ ഈ പുസ്തകത്തെ വായനക്കാർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറവകൾ നക്ഷത്രങ്ങൾ എന്നത് വെറുമൊരു വായനാനുഭവമല്ല, തിരക്കേറിയ ജീവിതത്തിൽ പെട്ട് ശ്വാസം മുട്ടുമ്പോൾ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉൾക്കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു നേർക്കാഴ്ചയാണ് ഈ പുസ്തകം വായനക്കാർക്ക് നൽകുന്നത്. ഏകാന്തതയുടെയും യാത്രകളുടെയും ശൂന്യതയുടെയും ഒക്കെ പേജുകളിൽ നിന്ന് ഒടുവിൽ നാം ചെന്നെത്തുന്നത് നമ്മളിലേക്ക് തന്നെയാണ് എന്ന തിരിച്ചറിവ് ഈ പുസ്തകം ഓരോ വായനക്കാരനും സമ്മാനിക്കുന്നു. ആ ഒരു വായനയുടെ ആ ഒരു മഹാ ആകാശത്തെ തൊട്ടറിയുമ്പോൾ ആ വായനക്കാരൻ കൃതാർത്ഥനാകുന്നു. അവൻ പേജ് അവസാനിപ്പിക്കുമ്പോൾ, മടക്കുമ്പോൾ അവസാനം ഇങ്ങനെ വായിക്കുന്നു: പി സുരേന്ദ്രൻ എന്ന മലയാളത്തിലെ പ്രിയങ്കരനായ എഴുത്തുകാരന്റെ സർഗാത്മകതയ്ക്കകത്ത് ബടവാഗ്നിയായി എരിയുന്നത് ബൗദ്ധമായ ഉൾക്കാഴ്ചയാണ്. ഈ പുസ്തകത്തിലുള്ളത് കൊച്ചു കൊച്ചു കഥകളാണ്, അധികവും ബുദ്ധകഥകളുമായി ബന്ധപ്പെട്ടവ. എന്നാൽ അത്തരം കഥകളുടെ കേവലമായ ആവർത്തനങ്ങളല്ല. കഥ നിന്നിടത്ത് നിന്ന് സുരേന്ദ്രന്റെ ഭാവന പിന്നെയും സഞ്ചരിക്കുന്നു. അതെ, ആ സഞ്ചാരം പിന്നീട് വായനക്കാരൻ ഏറ്റെടുക്കുന്നു. വായനക്കാരൻ അതിന് പുറകെ മുന്നോട്ട് പോകുന്നു. അതെ, ഓരോ വായനക്കാരനും അത് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പറവകൾ നക്ഷത്രങ്ങൾ, പി സുരേന്ദ്രൻ.